അപ്പൊ ഈ പതിവ് ദാരിദ്ര്യം എന്നുള്ളത് ഒരു സംജ്ഞയാണ്. അങ്ങനെ ഒരു പ്രയോഗം പിന്നെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ സാമ്പത്തിക സൂചകങ്ങളിൽ എവിടെയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. സമ്പൂർണ്ണ ദാരിദ്ര്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ അത്തരം ആൾക്കാരെ 5 വർഷം കൊണ്ട് അതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ള കർമ്മ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. ഒരു മീഡിയ ഹൗസ് ഒന്നാം സ്ഥാനത്ത് തങ്ങൾ നിൽക്കുന്നു അവകാശപ്പെടുന്ന മീഡിയ ഹൗസ് ലോകത്തൊരിടത്തും ഇതുവരെ പറഞ്ഞു പോയിട്ട് പോലും ഇല്ലാത്ത ഒരു പുതിയ വിഭവം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്. താങ്കൾ പറയുന്നു ഇടതുപക്ഷം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അർഹമായ മറുപടി തന്നിട്ടുണ്ട്. അതായത് വെൽഫെയർ പാർട്ടിയുടെ അത് UDF സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് നീക്കുപോക്കൊന്നും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നണിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഞങ്ങളുടെ മുന്നണിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ബന്ധവും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിൽ സാധാരണക്കാർ ഇല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിട്ടുണ്ടാകാം. അത് CK ജാനുവിന്റെ പാർട്ടി ആകട്ടെ, അത് PV അൻവറിന്റെ പാർട്ടി ആകട്ടെ, ഇപ്പൊ വെൽഫെയർ പാർട്ടി ആകട്ടെ, അവർ ഞങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാവുന്നുണ്ട്. ഞങ്ങളുടെ മുന്നണിയിൽ പ്രത്യക്ഷമായ പരോക്ഷമായോ അവർ രംഗത്തില്ല എന്നുള്ള അങ്ങ് സംസാരിക്കരുത്. എനിക്ക് വളരെ കൃത്യമായ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അങ്ങനെ ഏതൊക്കെ തരത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും വളരെ കൃത്യമായി അതിനുള്ള മറുപടി ഞാൻ അങ്ങേക്ക് നൽകി കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങോട്ട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ സർക്കാർ അല്ല ജിംഷാദിനെ ആവശ്യപ്പെടുന്ന മറുപടിയും കൈരളി ആവശ്യപ്പെടുന്ന മറുപടിയും ഞാൻ നൽകാൻ തയ്യാറാണ്. അത് പ്രായോഗികമല്ല. മറ്റേ നമ്മുടെ കുട്ടി നേതാക്കന്മാരും ഒക്കെ തുടങ്ങിയതാണ്. താങ്കളും തുടർന്നോളൂ. പക്ഷേ കൈരളിയുടെ മേൽ കുതിര കയറിക്കുള്ളൂ, അത് പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്നത് തൗഫീക്ക് ഏറ്റവും ലളിതമായ കാര്യമാണ്. ഈ നീക്കുപോക്കോ പിന്തുണയോ എന്നുള്ളതല്ല, മറിച്ച് വ്യക്തമായ രീതിയിലെ ഒരു സഖ്യ സ്വഭാവത്തിലെ മുന്നണി സ്വഭാവത്തിലെ ഐക്യം വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തിയ KT ജെയിംസ് എന്ന KPCC അംഗത്തിൻ്റെ വാക്ക് അവരുടെ DCC പ്രസിഡന്റ് നൽകിയത്. അതെങ്ങനെയായി? അതിനെക്കുറിച്ച് പറയൂ താങ്കൾ. നിങ്ങൾ ഈ പ്രേക്ഷകരോട് പറയൂ, കൈരളിയോട്. ശരി, അങ്ങയുടെ ചോദ്യം കഴിഞ്ഞല്ലോ. അങ്ങ് കൈരളി അനാവശ്യമായി വിമർശിക്കാൻ വരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ വാർത്തകളെ വളച്ചൊടിക്കാൻ വ്യഗ്രത കാണിക്കുമ്പോൾ കൈരളിയെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതിനിപ്പുറത്തേക്ക് ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അങ്ങ് ചോദിച്ചതെങ്കിൽ അതിലേക്കാണ് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയുടെ പഴയ രൂപമായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി മുന്നണിക്കകത്ത് വാങ്ങിയ ആളുകൾ പോലെ അല്ല ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഞാൻ പരിപൂർണമായ നിലയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങിങ്ങനെ ഇടപെടരുത്. അവരുടെ പിന്തുണ വാങ്ങിച്ച ആളുകളാണെന്ന് CPM. അവരുടെ പിന്തുണ വാങ്ങിച്ച ആളുകളാണ് CPM. അതിനോടൊപ്പം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നണിയുമായി പണ്ട് ഇടതു മുന്നണി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അജിംഷാദെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങളുടെ മുന്നണിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിക്കുന്ന ആളുകളല്ല ജമാഅത്ത് ഇസ്ലാമി. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് നീക്കുപോക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറത്തേക്ക് ഇനി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം കുറെ അവകാശവാദങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് മറുപടി പറയാൻ കൂടി അങ്ങ് എനിക്ക് അനുവദിക്കണം. അതിനാണ് ഞാൻ മുൻപ് മറുപടി പറഞ്ഞത്. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലകളും തച്ചു തകർത്ത ഒരു ഭരണകൂടമാണ് കേരളത്തെ ഭരിക്കുന്നത് എന്നുള്ളത്